ലോകത്തെ ആകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് സാക്ഷാൽ വ്ളാദിമിർ പുതിന്റെ റഷ്യ ആ വമ്പൻ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളെയും അമേരിക്കയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് റഷ്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ആണവ അന്തർവാഹിനി കേന്ദ്രത്തിൽ നിന്ന് വമ്പൻ സൈനിക മാറ്റങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഉക്രൈൻ യുദ്ധം പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുമ്പോൾ ശത്രുക്കൾക്ക് ചിന്തിക്കാൻ പോലുമാകാത്ത വലിയൊരു പ്രത്യാക്രമണത്തിനുള്ള രഹസ്യ നീക്കമാണ് റഷ്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. റഷ്യയുടെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള നാവിക കേന്ദ്രമായിട്ടുള്ള സെവറോഡ്വിൻസ്കിൽ നിന്നാണ് നിർണായകമായിട്ടുള്ള ഈ മാറ്റങ്ങളുടെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ജൂലൈ 14 പുറത്തു വന്ന ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ഈ ആണവ അന്തർവാഹിനി നിർമ്മാണ കേന്ദ്രത്തിന് കാവലൊരുക്കിയിരുന്ന S-300, S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. 20-ലധികം മിസൈൽ ലോഞ്ചറുകളും അത്യാധുനിക റഡാറുകളും സപ്പോർട്ട് വാഹനങ്ങളും അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതൊരു പിന്മാറ്റമല്ല, മറിച്ച് ശത്രുവിന്റെ നെഞ്ചകം പിളർക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിന് മുന്നോടിയായിട്ടുള്ള കരുനീക്കമാണ് ഈ സംഭവിക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ശീതയുദ്ധകാലം മുതൽ റഷ്യയുടെ അഭിമാനമായിട്ടുള്ള 1528ാമത് ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ റെജിമെന്റ് ആണ് ഈ മേഖലയ്ക്ക് കാവലൊരുക്കിയിരുന്നത്. റഷ്യയിലെ ഏക ആണവ അന്തർവാഹിനി നിർമ്മാണ കേന്ദ്രമായിട്ടുള്ള സെവ്മാഷും നാവികസേനയുടെ അന്തർവാഹിനികളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സ്വെസ്ഡോച്കയും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. തങ്ങളുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ നാവിക കേന്ദ്രത്തിലെ സുരക്ഷാ സംവിധാനങ്ങൾ അപ്പാടെ എടുത്തു മാറ്റി മറ്റൊരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് പുതിൻ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ അത് വരാനിരിക്കുന്ന എന്തോ ഒരു വലിയ ദുരന്തത്തിന്റെ സൂചനയാണ് എന്ന് നാറ്റോ രാജ്യങ്ങൾ ഭയപ്പെടുന്നു. ഉക്രൈൻ തങ്ങളുടെ അതിർത്തിയിൽ നിന്ന് 2500 കിലോമീറ്ററോളം ഉള്ളിലേക്ക് കടന്ന് റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകൾ അടക്കം ആക്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അപ്രതീക്ഷിത മാറ്റം ഉണ്ടാകുന്നത്. മിസൈലുകളുടെ ക്ഷാമം കൊണ്ടാണ് റഷ്യ പ്രതിരോധം മാറ്റുന്നതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും റഷ്യയുടെ തന്ത്രം മറ്റൊന്നാണ്. സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന S-400 ബറ്റാലിയൻ കമാൻഡർമാരെ പോലും മുൻനിര യുദ്ധമുഖത്തേക്ക് നിയോഗിച്ചതിലൂടെ നിശ്ചലമായിട്ടുള്ള പ്രതിരോധത്തെക്കാൾ വിനാശകരമായിട്ടുള്ള ഒരു പ്രത്യാക്രമണത്തിനാണ് റഷ്യ ഇപ്പോൾ മുൻഗണന നൽകുന്നത് എന്ന കാര്യം വളരെ വളരെ വ്യക്തമാണ്. കലിനിൻഗ്രാഡിൽ നിന്നും ക്രൈമിയയിലേക്കും റോസ്റ്റോവിലേക്കും മുൻപ് S-400 മാറ്റിയപ്പോഴും ലോകം ഈ സമാനമായിട്ടുള്ള നടുക്കം കണ്ടതാണ്. ചുരുക്കത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആണവ അന്തർവാഹിനി കേന്ദ്രം യാതൊരു സുരക്ഷയുമില്ലാതെ തുറന്നിട്ടിരിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്നത് പുതിന്റെ തന്ത്രപരമായിട്ടുള്ള ഒരു നാടകം മാത്രമാണ്. ശത്രുവിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഉക്രൈനും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമെതിരെ സങ്കല്പിക്കാൻ പോലും ആകാത്ത അത്ര വലിയൊരു ആക്രമണത്തിനാണ് റഷ്യ കോപ്പുകൂട്ടുന്നത്. ആണവ അന്തർവാഹിനികളുടെ നീക്കം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ ആ വമ്പൻ നീക്കം എന്തായിരിക്കുമെന്ന ഭയത്തോടെ കാത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളം.